ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെയും പറയുന്നു, കള്ളൻ ആലയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ വരവേറ്റും അടുത്തിരിക്കാൻ നിങ്ങളൊന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളേക്ക് നിൽക്കുന്ന ഈ കാലത്തെയും അതിനകത്തുള്ള സമയത്തെയും എല്ലാം നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകകാല ദൈവദിനത്തിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന നാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവദിനത്തോടുള്ള പീഡനങ്ങൾ ഓരോരോ രാജ്യങ്ങളിൽ ലിമിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ശക്തമായി പീഡനം നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടും കുറവല്ല. ജീസസ്. ഹല്ലേലൂയ. എന്നാൽ ആഗോള വ്യാപകമായി ശക്തമേറിയൊരു പീഡനം അധികം താമസിക്കാതെ വെളിപ്പെടും. സ്തോത്രം. അപ്പോൾ തന്നെ അതോട് കൂടെ അതിശക്തമേറിയ ആത്മപകർച്ചയും വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് വരെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പ്രവർത്തികൾ. പ്രത്യേകാല നമുക്കറിയാം, ഹല്ലേലൂയ, ഏലിയാവ്, എലീശ ഇവരൊക്കെ അതിശക്തമായ ദൈവപ്രവൃത്തികൾ ചെയ്തവരാണ്. അവരെക്കാൾ ശക്തമായി ഹല്ലേലൂയ ഒരു തലമുറ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടും. അതിനുള്ള സമയങ്ങൾ ഏറ്റവും അടുത്ത് വന്നിരിക്കും. അത് വരുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ദൈവജനത്തെ വല്ലാതെ ഞെരുക്കി ഹല്ലേലൂയ വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നാം ശക്തിയോടെ മുന്നേറേണ്ട നാളുകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നാം എത്തി നിൽക്കുന്ന കാലം അങ്ങനെ ഒരു കാലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോയാൽ നമ്മളെ ദുഷ്ടൻ തള്ളിയിട്ട് കളയും. ഒതുങ്ങിപ്പോയാൽ ദുഷ്ടൻ തള്ളിയിടും. ഹല്ലേലൂയ. മടുപ്പ് വന്നാൽ ദുഷ്ടൻ തള്ളിയിടും. എന്നാൽ ഹല്ലേലൂയ, ആത്മാവിൽ എരിവോടെ നിൽക്കുവാൻ. കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിച്ച ഒരു വാക്കാണ് യഹോവയെ കുറിച്ചുള്ള എൻ്റെ ശുഷ്കാന്തി വന്നു കാണുമേ. കൂട്ടുകാരനോട് പറയുക, പറഞ്ഞത് യേഹോവയാണ്. ഹല്ലേലൂയ. അപ്പം യേശുവിനെ കുറിച്ചുള്ള ഒരു ശുഷ്കാന്തി ശക്തിയോടെ വെളിപ്പെട്ട നാടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ അല്പസമയം ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലാം വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു കത്തൽ വരുവാൻ, ആത്മാവിൽ തന്നെ ബലപ്പെട്ട് അടുത്ത പണികൾ കയറുവാൻ. ഹല്ലേലൂയ. നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കാം. ഇപ്പോൾ നിൽക്കുന്ന ആ തലമൊന്ന് മാറുവാൻ, അടുത്ത പടിയിലേക്ക് കയറുവാൻ. ഹല്ലേലൂയ. നമുക്കൊരു ശുഷ്കാന്തി വരട്ടെ, ആർത്തി വരട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-ാം അധ്യായം വളരെ പരിചയമുള്ള ഭാഗമാണ്. 17-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു, കവണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയേറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അധ്യായം തുടങ്ങുന്നതിന് 6 ദിവസം കഴിഞ്ഞ ശേഷം. ഹല്ലേലൂയ. അപ്പം അതിനു മുൻപ് 28-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവോട് പറഞ്ഞത്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. വളരെ പ്രസക്തിയുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ ഹല്ലേലൂയ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ പ്രസ്താവന നടത്തിയതിന് ശേഷം 6 ദിവസം കഴിഞ്ഞ് യേശു എന്ത് ചെയ്തു? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷിക്തന്മാർ, കർത്താവ് ശക്തമായി നിയോഗിക്കുന്ന അഭിഷിക്തന്മാർ പലരും പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, യേശു മനുഷ്യപുത്രൻ ആരുടെ രാജ്യത്തിൽ വരുന്നത് കാണുകയുള്ളൂ, മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് യേശു പറയുമ്പോൾ ഈ 3 പേരും യേശുവിൻ്റെ മഹത്വം കണ്ടു, അല്ലെങ്കിൽ ദൈവത്വം കണ്ടു. അതിൽ യോഹന്നാൻ അപ്പോസ്തലൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നും മരിച്ചിട്ടില്ല എന്ന് ശക്തമായി പറയുന്ന അഭിഷിക്തന്മാരുണ്ട്. ജീസസ്. ഹല്ലേലൂയ. നമുക്ക് കൃത്യമായി അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അപ്പോസ്തലനോട് തന്നെ ചോദിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വാക്യപ്രകാരം അതിൽ ഒരാളായിരുന്നു ആര്? യോഹന്നാൻ അപ്പോസ്തലൻ. എന്നാൽ കർത്താവ് പ്രസ്താവന പറഞ്ഞതിനു ശേഷം 6 ദിവസം കഴിഞ്ഞിട്ട് എന്തെന്നാ പറഞ്ഞേ? ഈ 3 പേരെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. അതുവരെ എവിടായിരുന്നു? സാധാരണ തലത്തിലായിരുന്നു, താഴ്വരയുടെ ലെവലിൽ, അല്ലെങ്കിൽ ഒരു നിരപ്പുള്ള സ്ഥലത്തെ പോലെ ഒരു അനുഭവത്തിലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഇവര് കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നെങ്കിലും ഇവർ തന്റെ മഹത്വം ഒന്ന് കാണണ്ടേ, ദൈവത്വത്തെ ഒന്ന് കാണണ്ടേ. ഹല്ലേലൂയ. അതുകൊണ്ട് 12 പേരെയും കൊണ്ടുപോയില്ല. കർത്താവിന് അറിയായിരുന്നു ആർക്ക് ശുഷ്കാന്തി കൊണ്ട്, ആർക്ക് ആർത്തിയുണ്ട്. ആ 3 പേരെ മാത്രം കൂടെ കൂടി ജീസസ് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ജീസസ്. കണ്ടോ? അപ്പം സാധാരണ ലെവലിൽ നിന്ന് അടുത്ത ഒരു ലെവലിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. അപ്പം എല്ലാവരും കൂടെ നിന്നാൽ ആ ലെവലിൽ കയറാൻ കഴിയത്തില്ലെന്നും അത് ഇവർക്ക് വെളിപ്പെടുത്താൻ കഴിയത്തില്ലെന്നും യേശുവിന് മനസ്സിലായി. ജീസസ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് യേശു അല്പം ഉയർന്ന ഒരു മലയിലേക്ക് കയറിപ്പോവുകയാണ്. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്കറിയാം ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന പോലെ യേശുവിനെ യെരൂശലേമിൽ ക്രൂശിച്ചു കൊല്ലുകയാണ്. കഠിനമേറിയ ഒരനുഭവം. യേശു ഹല്ലേലൂയ വരാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജീസസ് എന്ത് ചെയ്തത്? ഈ 3 പേർക്ക് താൻ പ്രാപിക്കാൻ പോകുന്ന ആ മഹത്വത്തെ അല്പമായി ഒന്ന് കാണിച്ചു കൊടുത്ത ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ ഇവർ ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. ജീസസ് അവിടെ പറയുന്നു, സ്തോത്രം, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവർ അതുവരെ ശുശ്രൂഷകളുമായി യേശുവിനോട് ഒന്നിച്ച് നടന്നു. എന്നാൽ
അടുത്ത ലെവലിലേക്ക് അവർ കയറുകയാണ്. നമുക്കറിയാം, ഈ 12 ശിഷ്യന്മാരിലും സ്തോത്രം ആ പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ചയ്ക്ക് ശേഷം നമ്മൾ അറിയപ്പെടുന്നത് ഈ 3 പേരെയും, പിന്നെ ഈ 12 ഉൾപ്പെടാത്ത പീലിപ്പോസിനെ കുറിച്ചും സ്തോത്രം പൗലോസിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നോക്കി, കർത്താവ് അവര് നിന്നിരുന്ന തലത്തിൽ നിന്ന് കൈ പിടിച്ച് അടുത്ത ലെവലിൽ കൊണ്ടുപോയി. സ്തോത്രം, കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു അത്. കൈ പിടിച്ച് അടുത്ത തലത്തിലേക്ക് കയറ്റുന്ന ഒരാത്മീയ അനുഭവം. സ്തോത്രം, നമ്മൾ ഈ നിൽക്കുന്ന നാളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു നമ്മളെ കൈപിടിച്ച് അടുത്ത തലത്തിലേക്ക് കയറ്റുന്ന ഒരു അനുഭവം വെളിപ്പെട്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തലത്തിൽ നിന്ന് മുന്നോട്ട് പോകും. അവിടുന്ന് പലരും ഇന്ന് കാണുന്ന പോലെ പലർക്കും ക്ഷീണം സംഭവിക്കും. ഹല്ലേലൂയ. മടുപ്പ് വരും, കുറെ പേര് വിട്ടേച്ചു പോകും. ജീസസ്, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ഒരനുഭവത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ജീസസ്, അഥവാ ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ തൊട്ടുമുകളിൽ വ്യാപരിച്ചു നിൽക്കുന്ന മണ്ഡലത്തിന്റെ മുകളിൽ കയറണമെങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നാം നിൽക്കുന്ന ആത്മതലത്തിന്റെ തൊട്ടുമുകളിൽ പൈശാചിക മണ്ഡലമുണ്ടെന്ന് മറക്കണ്ട. ജീസസ്, അപ്പോൾ തന്നെ അതിന്റെ മുകളിൽ കയറാൻ യേശു നമ്മളെ കൈപിടിച്ചു കയറ്റുന്ന ഒരനുഭവം നമ്മിൽ വെളിപ്പെട്ടു വന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഈ വല്ലാത്ത കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ യേശു നമ്മളെ കൈപിടിച്ച് ആ ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയണം. അപ്പം യേശു നമ്മളെ കൈപിടിച്ച് ആ ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരൊരുക്കം ഉണ്ടാകണം, ഒരാർത്തി വരണം, ഒരു ശുഷ്കാന്തി വരണം. നാം അധികം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അധികം വചനം വായിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓരിയ റബല ഹത്തുലേ ഹംദൽ പ്രവചന റൈഷേ റബലേ ഹംദല ബദലി ബൗഡക്കറുവര വർഷി ബറഗര ബൗഡേ റിബലേ അടരാറഗദല ഹത്തുല കടകര അംദല മധുര ബൗഡ റബല അടരകടക്കവർ ഏതക രാജകർ അംദൽ കടകര. നീ തലത്തിൽ പോയാൽ പോരാ. ഞാൻ ഈ പറയുന്ന തലത്തിൽ കയറിയില്ലെങ്കിൽ ശത്രു ശക്തമായി പോരാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നിൽക്കുന്ന കാലം വല്ലാത്ത കാലമാണ്. ഹല്ലേലൂയ, വല്ലാത്ത കാലം. കഴിയുമെങ്കിൽ ദൈവജനത്തെ എത്രത്തോളം ഞെരുക്കാൻ കഴിയുമോ അത്രത്തോളം ഞെരുക്കുവാൻ വാദിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ശുഷ്കാന്തി വെളിപ്പെടണം, ഒരാർത്തി വെളിപ്പെടണം. എന്തിനാ? പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഇന്നലെ സന്ധ്യയ്ക്ക് ഇങ്ങനെ പുസ്തകമെടുത്ത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച ദൈവാത്മാവിനെ പകർന്നത്. ജീസസ്, അനേക പ്രാവശ്യങ്ങൾ വായിക്കുന്ന ഭാഗമാണെങ്കിലും ആ ഉൾക്കാഴ്ച വന്നത് ഹല്ലേലൂയ കേൾക്കുന്ന ജനത്തോട് അറിയിക്കാനാ. ജീസസ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് കയറുവാൻ നമുക്ക് തന്നെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ യേശു നമ്മളെ സഹായിക്കും. അടുത്ത് എന്ന് കൈനീട്ടി കൊടുത്താൽ കൈപിടിച്ച് ആ ഉയർന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ജീസസ്, ആ ഉയർന്ന തലത്തിൽ വാസ്തവമായി ഇവരൊന്നിച്ച് നടന്നു പോകുകയായിരുന്നെങ്കിലും ഇവരെ കൈപിടിച്ച് കയറ്റിയ അനുഭവം തന്നെയാണ്. കാരണം
9 പേര് താഴെ നിൽക്കുക, അവരെ ആരെയും കൂട്ടിയില്ല. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അനേകര് ഈ താഴത്തെ തലത്തിൽ നിൽപ്പുണ്ടെങ്കിലും എല്ലാവരും ആ ഉയർന്ന തലത്തിൽ കയറുന്നില്ല. ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും ആ ഉയർന്ന തലത്തിൽ കയറുന്നില്ല. യേശു കൈപിടിച്ച് കയറ്റുന്നവർ മാത്രമേ ആ തലത്തിലേക്ക് കയറത്തുള്ളൂ. ജീസസ്. അവിടേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ലെവല് മാറുക, പ്രിയമുള്ളവരെ. ജീസസ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഹാലേലൂയ. നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ച കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ ഓരോരുത്തരുമേൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകൾ പോലെ വന്നു പതിഞ്ഞു. ഈ 120 പേരുടെ മേലും പതിഞ്ഞു. പക്ഷേ പതിഞ്ഞ കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും ഈ 3 പേരും പിന്നെ നമുക്കറിയാം സ്തേഫാനോസ് ഒറ്റപ്രസംഗത്തോടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. തുടർന്ന് ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ ശക്തമായി കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്നത് പൗലോസിനെ കുറിച്ചാണ്. ജീസസ്. ഹല്ലേലൂയ. കണ്ടോ ലെവല് മാറിയത്? കണ്ടോ? ഹല്ലേലൂയ. ഇവരുടെ 3 പേരുടെ ലെവല് ശക്തമായി മാറി. അത് ഈ നാളുകൾ നമ്മുടെ ലെവലൊന്ന് മാറുവാൻ, നമ്മൾ നിൽക്കുന്ന ഈ തലത്തിൽ നിന്ന് കയറി അടുത്ത ലെവലിൽ കയറി ചിലത് കർത്താവിന് പ്രാപിക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അന്ന് വരെ അവർ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ മലയിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിൽ കയറിയപ്പോൾ അന്ന് വരെ അവർ കണ്ട യേശുവിനെ അല്ല അവിടെ കണ്ടത്. അവിടെ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. കണ്ടോ? അപ്പൊ ഞാൻ കൈപിടിച്ചുയർത്തി എന്ന് പറയുന്നത് എത്ര കൃത്യമാണ്. യേശു കൊണ്ടുപോയെന്നാ പറയുന്നത്. ജീസസ്. അപ്പൊ ചിലത് കാണണമെങ്കിൽ യേശു നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകണം. നമ്മൾക്ക് സ്വയം കഴിയുന്നതിന്, സ്വയം ഏറ്റെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ യേശു നമ്മളെ കൊണ്ടുപോകണം. യേശു കൊണ്ടുപോയി എടുത്ത് എന്നപ്പോൾ നോക്കിക്കേ, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ട്രാൻസ്ഫിഗറേഷൻ അല്ലെ, രൂപാന്തരപ്പെട്ടെന്നായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ ദൈവത്വത്തിന്റെ ഒരു ചെറിയ പ്രദർശനം. അതിനപ്പുറത്ത് അവർക്ക് കാണാൻ പറ്റാഞ്ഞത് കൊണ്ട് അത്രേ കാണിച്ചുള്ളൂ, ചെറിയൊരു പ്രദർശനം. ജീസസ്. രൂപാന്തരപ്പെടാൻ. കണ്ടോ? അപ്പം ആ യേശു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അടുത്ത ലെവലിലേക്ക് വരാൻ തുടങ്ങി. ജീസസ്. ഹല്ലേലൂയ. അടുത്ത അവരുടെ ജീവിതത്തിൽ അന്നും അവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മതലം വെളിപ്പെട്ടു. അഥവാ യേശുവിന്റെ ദൈവത്വത്തിന്റെ പ്രദർശനം കണ്ടു. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ്. യേശു കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഹാലിൽ കാത്തിരുന്ന് പ്രാപിച്ചാൽ ജീസസ് നിശ്ചയമായും നമുക്കും അത് കാണുവാൻ കഴിയും. ജീസസ്. ഈ അന്ത്യനാളുകളിൽ അങ്ങനെയായ ഒരു ആർത്തിയുള്ളവരെയാണ് കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. ജീസസ്. ഇന്ന് പ്രശസ്തിയുള്ളവരെ അല്ല, മറിച്ച് മറഞ്ഞിരുന്ന് ആരും അറിയാതെ ഏലിയാ പ്രാർത്ഥിച്ചതുപോലെ എത്ര വർഷം പ്രാർത്ഥിച്ചെന്നോ എത്ര നാളിരുന്നെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരാൾ നിൽക്കുകയാണ്. ജീസസ്. ശക്തമായ ദൂതാണ് പറയുന്നത്. എത്ര കാലം ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് അറിയത്തില്ല. ജീസസ്. ഹല്ലേലൂയ. ഇതുപോലെ വെളിപ്പെടാൻ പോകുന്ന ആത്മപകർച്ചയ്ക്ക് വേണ്ടി ശക്തിയോടെ കാത്തിരുന്ന പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ആർക്കും അറിയത്തില്ല. ജീസസ്. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ ചുമന്ന കഴുതിയെ യേശുവിന്റെ ശിഷ്യന്മാർ പോയി അതിനെ കെട്ടരിക്കുന്നതിന് ആർക്കും അറിയത്തില്ലായിരുന്നു. പല നിലകളിൽ വ്യാഖ്യാനം പറയുമെങ്കിലും ഞാൻ ഇപ്പോൾ പറയട്ടെ,
അതിന്റെ കെട്ടഴിക്കുന്നതിന് മുമ്പ് ആ കഴുതയെ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ കെട്ടഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യേശുവാണ് അതിന്റെ പുറത്ത് കയറിയത്, അതിന്റെ മേലിരുന്ന് യാത്ര ചെയ്തു. പിന്നെ ആ കഴുതയെ ആരും അറിഞ്ഞോ? ഇല്ല. പ്രിയമുള്ളവരെ, അറിയപ്പെടാതിരിക്കുന്നവരെ ഒരു സമയം ഉയർത്തിക്കാട്ടിക്കുന്ന യേശു ഒരു സമയം ഉയർത്തി കാണിക്കും. ജീസസ്. ഹല്ലേലൂയ. ആരും അറിയപ്പെടാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മതലത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്, അഭിഷക്തന്മാരുണ്ട്. ഒരു സമയം അവർ വെളിപ്പെട്ടു വരും, ഒരു സമയത്തേക്ക് മാത്രം. ആ സമയം എന്ന് പറയുന്നത് അതിശക്തമായ ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താജയം. ഇവിടെ നമുക്കറിയാം, യേശു അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അടുത്ത പറയും നോക്കിയേ. യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഇത് തന്നെ, ഇത് കണ്ട അപ്പോസ്തലനാണ് പിന്നെ പത്മോസിൽ യേശുവിനെ കണ്ടപ്പോൾ എഴുതി വെച്ചത് ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ജീസസ്. ഇവിടെ സൂര്യനെ പോലെ ശോഭിക്കുന്നതേ കണ്ടുള്ളൂ. അവർക്ക് അത്രയും കഴിവുള്ളായിരുന്നു. എന്നിട്ട് തന്നെ അവരെന്ത് ചെയ്തു? വീണുപോയി, ആത്മവിശുദ്ധരായിപ്പോയി. സ്വത്രം. പക്ഷേ പത്മോസിൽ ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്വം അതിന്റെ പൂർണ്ണതയിൽ കാണുകയാണ്. അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ്. രൂപാന്തരപ്പെട്ടു. യേശുവിന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. കണ്ടോ? അപ്പൊ ഇവിടെ രണ്ട് കാര്യം നടന്നു. ഒന്ന്, മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി, വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങിയത് ചുരുക്കം. വസ്ത്രം അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോഴാണല്ലോ വെളിച്ചം പോലെ വെള്ളയായി തീരുന്നത്. അപ്പൊ വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങി, മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. കേട്ടോ? അടുത്ത അവര് നിന്ന തലത്തിൽ നിന്ന് യേശു കൈപിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ ആത്മതലത്തിൽ കയറി. ആത്മതലത്തിൽ കയറിയപ്പോൾ അവർ കണ്ട താഴെ മലയുടെ താഴെ നിന്നപ്പോൾ കണ്ട യേശുവല്ല മുകളിൽ ചെന്നപ്പോൾ കാണുന്നത്. വ്യത്യാസം വന്നത് കണ്ടു. പ്രിയമുള്ളവരെ, അത് ഈ അനുഭവത്തിലേക്ക് കയറുവാൻ ആദ്യമുണ്ടെങ്കിൽ യേശു കൈപിടിച്ച് കയറ്റി അടുത്ത ലെവലിൽ നിർത്തുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന കാഴ്ചയുടെ മണ്ഡലം മാറുകയാണ്. ജീസസ്. കാഴ്ചയുടെ മണ്ഡലം മാറുമ്പോൾ തന്നെ മറുവശത്ത് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിലും മാറ്റം വന്നിരിക്കും. ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്കുണ്ട്, അധ്യായം ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടോ? രഹസ്യം എന്താ? അവർ സാധാരണ തലത്തിൽ നിന്ന് അടുത്ത ലെവലിൽ കയറി. പാളിയ മുകളിൽ അഗ്നി നാവുകൾ പോലെ അങ്ങോട്ട് വന്ന് പതിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ലെവല് മാറിയിട്ട് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം വേണ്ടിയത് ഇങ്ങോട്ട് വരുന്ന ഒരനുഭവം അവരുടെ ഭൗതിക തലത്തിലും വെളിപ്പെട്ടു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. കണ്ടോ? ഒന്ന്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. അപ്പം ധാരാളം കൃപ ലഭിച്ചപ്പോൾ മറുവശത്ത് ഒന്നിനും മുട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ വേണ്ടിയത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ജീസസ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് വേണ്ടിയത് ധാരാളം കൃപ പ്രാപിക്കാനുള്ള ഒരാർത്തിയാണ്. അങ്ങനെ ധാരാളം കൃപ പ്രാപിക്കാൻ ആർത്തിയുണ്ട്. ആർത്തി കൊണ്ട് ഇരുന്നാൽ പോലെ പ്രാപിക്കണം. പ്രാപിക്കുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടിയത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും.
തേടിപ്പോണ്ടി വരികയില്ല. ജീസസ്, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഓ ജീസസ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യം കണ്ടു. നമ്മളൊന്ന് പറഞ്ഞു, മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങി. കണ്ടോ അനുഭവങ്ങളുടെ മാറ്റം വന്നത് കണ്ടോ? ജീസസ്. അതേ പ്രിയമുള്ളവരെ, ഇതാണ് ഹല്ലേലൂയ സ്തോത്രം. ആർത്തിയോടെ അടുത്ത ലെവലിൽ കയറിയാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മതലത്തിൽ കയറിയാൽ സ്ഥിതി മാറുകയാണ്. ഇത് 2 കൊരിന്ത്യർ 3:16, 17 വരട്ടെന്ന് വായിച്ചു. 2 കൊരിന്ത്യർ 3:16, 17 വരട്ടെ. ജീസസ്. 3:16 കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കേട്ടോ, ഒരു നിമിഷം. അവിടെ നോക്കിയ ഉയർന്ന തലത്തിലേക്ക് വന്നപ്പോൾ അന്നുവരെ കണ്ടിരുന്ന ആ യേശുവിന്റെ മേലുള്ള മൂടുപടം മാറി. ദൈവത്വത്തിലേക്ക് മാറുമ്പോൾ മനുഷ്യത്വത്തിലുണ്ടായിരുന്ന മൂടുപടം കൊണ്ട് മാറി. കണ്ടോ, കർത്താവിലേക്ക് തിരിയുമ്പോൾ, ഞാൻ പറയുന്നത് സാധാരണ തലമല്ല, അടുത്ത ലെവലിൽ ശുഷ്കാന്തി വരുന്ന, ആർത്തി വരുന്ന ലെവലിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എന്തു മാറുകയാണ്? നമ്മുടെ ജഡശരീരത്തിൽ വാദിച്ചു നിൽക്കുന്ന മൂടുപടം അഴിഞ്ഞു പോവുകയാണ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. കർത്താവിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അതാ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞ, സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കി, ഇനി അടിമമുഖത്തിൽ കൂട്ടുന്നരുത്. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. ഇവിടെ മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്നു. കണ്ടോ, താഴെ നിന്ന യേശു 3 പേരെയും കൊണ്ട് മല കയറി കഴിഞ്ഞപ്പോൾ മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. ജീസസ്. അടുത്തത് വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങി. താഴെ നിന്ന മൂടുപടം മുകളിലേക്ക് കയറിയപ്പോൾ അഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ട തേജസ് അതിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ജീസസ്. അവർ വീണുപോയി. ജീസസ്. ഹല്ലേലൂയ. അടുത്ത ഇവിടെ എന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ വെളിപ്പെടുകയാണ്. എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? അത് റിഫ്ലക്ട് ചെയ്യും. എന്ത്? യേശുവിന്റെ തേജസ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ആത്മതലം കയറുമ്പോൾ അകത്തു വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്താൽ, അഥവാ യേശുവിന്റെ സാന്നിധ്യത്താൽ, ആ സാന്നിധ്യം പുറത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുഖത്ത് ആ പ്രകാശം വെളിപ്പെടുന്നത് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രിയമുള്ളവരെ, സാധാരണ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ അകത്തൊരു തേജസ്സുണ്ട്, ആത്മാവിൽ. പക്ഷേ യേശു കൈപിടിച്ചു കയറ്റി ഉയർന്ന മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മതലത്തിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ, ജീസസ്, ഹല്ലേലൂയ. ആത്മതലത്തിൽ കയറണമെങ്കിൽ അതിന് വില കൊടുക്കണം. വെറുതെ കയറാൻ കഴിയത്തില്ല. അതിനൊരു വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. മല്ല് പിടിക്കണം, മല്ല് പിടിച്ചു പ്രാർത്ഥിക്കണം, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്നോ നാളെയോ അറിയത്തില്ല എപ്പോ കർത്താവ് കൈപിടിച്ചുയർത്തുമോ, അല്ലെങ്കിൽ അതിന്റെ വെളിപ്പാട് തരുമോ, അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്താൽ ജയമെടുക്കുന്നു.
2018 ഒടുവിലാണ് എന്നോട് കർത്താവ് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നിട്ട് അന്ന് രാത്രിയിൽ ദൈവാത്മാ പറയാണ്, ആത്മതലത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കാൻ ദൈവാത്മാ പറഞ്ഞു. അന്ന് മുതൽ ആത്മതലം കയറാൻ ഹാലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം, ഹാലേലൂയ. 2020 അതിന്റെ വെളിപ്പാട് വരുന്നത്. അങ്ങനെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ അതിന്റെ വെളിപ്പാട് വരികയാണ്. എങ്ങനെ ആത്മതലം കയറാം? പോയിന്റുകൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പോയിന്റുകൾ പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. എങ്ങനെ ആത്മതലം കയറാം? ഹൗ ടു എൻ്റർ ഇൻ ദ സ്പിരിച്വൽ റിലം. പോയിന്റുകൾ പറഞ്ഞ് പ്രസംഗിക്കാം. പക്ഷേ പോയിന്റുകളല്ല പ്രാക്ടിക്കലി പ്രാപിച്ചെടുക്കണമെങ്കിൽ അതിനൊരു വെളിപ്പാട് കിട്ടണം, ഒരാലോചന കിട്ടണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇവിടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എങ്ങനെയായിട്ടാന്ന് പറഞ്ഞേ, അതേ പ്രതിമയാൽ യേശുവിനെ പോലെ രൂപാന്തരപ്പെടും. ഇവിടെ നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, യേശുവിന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പൊ നോക്കിക്ക്, ആ തലത്തിൽ ദൈവമഹത്വം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അടുത്ത 2 ഭക്തന്മാർ, അഭിഷക്തന്മാർ വെളിപ്പെട്ടു വരുന്നത്. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന തുടക്കൽ വചനം കേൾക്കുന്ന ഒരു ആരാധനയുടെ കണ്ടില്ലല്ലോ. ആരാധനയുടെ തുടക്കത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കൗൺസിലേഴ്സ് ഇരിക്കുന്ന കാഴ്ച ദൈവാത്മാവ് വെളിപ്പാടിൽ കാണിച്ചു. ജീസസ്. ഞങ്ങൾക്ക് ഒരു കൗൺസിലേഴ്സ് ഉണ്ട് സ്വർഗത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ. അവരെ കാണുവാനിടയായി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറക്കരുത്, ആത്മതലം കയറി കഴിഞ്ഞപ്പോൾ ജീസസ് എന്ത് സംഭവിച്ചു? അവരന്ന് വരെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഏലിയാവാരെന്നോ മോശയാരെന്നോ ഇവർ കണ്ടിട്ടില്ല. പുസ്തകത്തിൽ വചനത്തിൽ കൂടി അത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവര് കണ്ടിട്ടില്ല. 2 പേര് ജീസസ് 2 പേരെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവര് വെളിപ്പെട്ടപ്പോഴേ ഈ പത്രോസ് പറയാണ്, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്, താഴോട്ട് ഇനി പോകണം. ജീസസ് എന്നിട്ട് പറയാം, ഞങ്ങൾ 3 കുടിലം ഉണ്ടാക്കാം. ഒന്ന് യേശു, ഒന്ന് മോശ, ഒന്ന് ഏലിയാവ്. ഞങ്ങൾക്ക് കുടിലൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ വെളിയിലിരുന്നാ മതി, ഈ സാന്നിധ്യത്തിനകത്തിരുന്നാ മതിയെന്ന് ജീസസ്. കണ്ടോ? അപ്പൊ തലം മാറിക്കഴിഞ്ഞപ്പോൾ, ആത്മതലം കയറിയപ്പോൾ വിശുദ്ധന്മാരെ കാണുവാനിടയായി. സാധാരണ വിശുദ്ധന്മാരല്ല 2 പേര്, അസാധാരണമായ നിലയിൽ ദൈവം ഉപയോഗിച്ചവരാണ്. ജീസസ് അസാധാരണമായ നിലയിൽ, അന്ന് വരെ ലോകം കേട്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം ഉപയോഗിച്ച 2 അഭിഷക്തന്മാരാണ്. കണ്ടോ? ഇവരുടെ ലെവല് മാറിയത് കണ്ടോ? 9 പേരുടെ കൂടെ നടന്ന ഒരു കാലം, ഇവര് 3 പേര് സെപ്പറേറ്റ് ആയി യേശുവിനോട് കൂടെ ഉയർന്ന തലത്തിൽ കയറിയപ്പോൾ അവരാദ്യം കണ്ടത്, പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോണം, ആദ്യം കണ്ടത് യേശുവിന്റെ ഹല്ലേലൂയ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നതും വസ്ത്രത്തിൽ നിന്ന് വെളിച്ചം വരുന്നതുമാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 2 അഭിഷക്തന്മാരിറങ്ങി വരുന്ന കണ്ടത്. അപ്പൊ ഉയർന്ന തലം കയറുമ്പോൾ യേശുവിനോട് കൂടെയാണ് ഓർക്കരുത്. വിശുദ്ധന്മാർ പിന്നെയാ വരുന്നേ. യേശുവിനോട് കൂടെ തന്നെ നിൽക്കുന്നു, മഹത്വം കാണുന്നു. അപ്പോൾ അടുത്ത ലെവലിൽ വിശുദ്ധന്മാരെ, അഭിഷക്തന്മാരെ കാണുകയാണ്. അവരൊന്നും ഇവരോടല്ല സംസാരിക്കുന്നത്, അവരൊന്നും യേശുവിനോടാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ തലം കയറിയാൽ അവർ നിങ്ങളോടും സംസാരിക്കുന്ന
നിങ്ങളോടുള്ള യേശുവിന്റെ ആലോചനയുമായി അടുത്തു വരുന്ന ഒരു ലെവൽ വെളിപ്പെടും. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ശുഷ്കാന്തിയോടെ കേൾക്കുന്നവർ അവർക്കെതിരെ നിൽക്കുന്ന ചില മണ്ഡലങ്ങളുടെ മുകളിലേക്ക് കയറുകയാണ്. അവർക്കെതിരെ നിന്ന് പോരാടുന്ന ചില മേഖലകളുടെ മുകളിലേക്ക് അവരറിയാതെ അവർ കയറുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു. ശുഷ്കാന്തിയുള്ളവർ, ആർത്തിയുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ ലെവലൊന്ന് മാറട്ടെ. അടകര കടകര ഘടക അറികര പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി കുഴഞ്ഞു പോകാതെ നിങ്ങളുടെ ആത്മതലത്തിൽ ഒരു മാറ്റം വരുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ ആ പരിവർത്തനം ഉണ്ടാകട്ടെ. ശക്തമേറിയ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കണം. അത് നോക്കിക്കേ, നമുക്കറിയാം അടുത്ത് ഈ അഭിഷക്തന്മാർ വന്ന് ഇവരെ കണ്ടു. പക്ഷെ അവരോടല്ല ഇവർ സംസാരിച്ചത്, യേശുവിനോട് അവർ സംസാരിച്ചു. ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞേ, അപ്പോഴാണ് പത്രോസിന് ഉൾക്കാഴ്ച വന്നു. സ്തോത്രം. ഉൾക്കാഴ്ച വന്നിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ആത്മാവിൽ ആലോചന വന്നിട്ട് പത്രോസ് എന്നാ പറയുന്നേ, എനിക്ക് യേശുവിന് സമ്മതമുണ്ടെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ട്. യേശുവിനോട് അറിയാം, കർത്താവേ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ നോക്കിയോളെ, ഇവിടെ ഏത് അനുഭവത്തിൽ കയറിയാലും അവിടെ യേശുവിന്റെ ഹിതമുണ്ടെങ്കിലേ നമ്മുടെ പദ്ധതികളിൽ പറയാവൂ. നമ്മൾ ഏത് ആത്മീയ തലത്തിൽ കയറിയാലും അവിടെ നിന്ന് വെളിപ്പെടേണ്ടത് യേശുവിന് ഹിതമാണെങ്കിലേ നമ്മൾ അങ്ങോട്ട് അവതരിപ്പിക്കാവൂ. പത്രോസിന്റെ ഉള്ളിലെ ആശയമാണ് അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ പത്രോസ് പറയുന്നൊരു കാര്യം, കർത്താവേ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ, കണ്ടോ, സമ്മതമാണേ മതി. അല്ലേ, കുടിലുണ്ടാക്കിയില്ലെങ്കിലും മേഖലയിൽ ഒരു മേഘം നിൽപ്പുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു മേഘം നിൽപ്പുണ്ട്. ആ മേഘം മതി ഞങ്ങൾക്ക്. സ്വന്തം ഞങ്ങൾ അതിനകത്തിന്റെ കീഴിലിരുന്നോളാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. അത്യുന്നതന്റെ മറവ് നമ്മുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുവാൻ, സർവശക്തന്റെ നിഴൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുവാൻ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്കറിയാം, ആര് വലിയ നേതാക്കന്മാരെയൊക്കെ മരിക്കുമ്പോഴാണ് ഈ സാരംഗി വായിക്കുന്നത്. ജീസസ് ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ മരണപ്പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ദുഷ്ടമീശാലെ
റൂടാറവര അടകാറവര ആത്മതലം കയറുവാൻ ഒരു ആർത്തിയുണ്ടോ? പൈശാചി വാദിച്ചു ധരിക്കുന്ന മണ്ഡലത്തിന്റെ മുകളിൽ കയറാൻ, മുകളിൽ കയറാൻ ഒരു ആർത്തി വരുന്നുണ്ടോ? ഒരു ശുഷ്കാന്തിയുണ്ടോ? ദുഷ്ടന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് തന്റെ ചിറകടിയിൽ സൂക്ഷിച്ച് പിന്നെയും കൈകൊടിച്ചുയർത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. അൽഹാരകരാഹസ്തല മധുരേ ബൗഡേ റവരേ ഹന്തല മധുരേ ഉറമന കർഷി മർക്കപ്രവരക റംഷേ റവരേ അടമന റവന ഹടകന ഹന്തുല അൽത്തന റിഗതല ഹടകര ഹന്തല പ്രവര റവര റഗര ഹടക റഗതര ഹത്തുര ഹന്തലതല ഗീതല ഘടകര. ഏതോ ഒരു കുടുംബത്തിൽ ശക്തമായി വാദിക്കുന്ന ആ പാരമ്പര്യ ശക്തി കസേരയിൽ വളരെ ഈസിയായി ചാരിയിരുന്നു കൊണ്ട് അല്ലേ മുന്നിൽ തടസ്സങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് വാദിച്ചു നിൽക്കുന്ന ദുഷ്ട ശക്തിയുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ഒരു തേജസ് ഇറങ്ങി പിന്നെ കാണുന്നില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. യേശു തന്റെ മഹത്വത്തെ അയച്ചിട്ട് അതിനെ നിർമൂലമാക്കി അടുത്ത ലെവലിൽ കൈപിടിച്ചുയർത്തുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. ഭൂടാകമര ഹടകാരാജ ഹത്തുരവതുര ബൗഡരേ റവരേ ഹന്തരേ അർത്ഥപ്രവരക റൈഷേറവരേ അജമന ഘടകവർ അന്തര ഘടകര ഘടക അറിവര ഘടകര ഘടക അർത്ഥപ്രവര. രണ്ട് കസേരകൾ ചേർത്തിട്ടിട്ട് രണ്ടുപേരതിലിരിക്കുന്നു. ഒരു വേള ഭർത്താവും ഭാര്യയുമാകാം, അല്ലെങ്കിൽ രണ്ട് സ്നേഹിതരാകാം, രണ്ട് ദൈവമക്കളാകാം, ആരുമാകട്ടെ. പക്ഷെ ഈ കസേരയുടെ ഇടയിൽ ഒരു വിടവുണ്ടാക്കിയിട്ട് കസേരകളെ തമ്മിൽ അകറ്റിക്കളയുന്ന ഒരു പൈശാചിക പോരിനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ പോരുകളെ ആത്മാവിൽ ശാസിക്കണം. അർത്ഥാനികരാറകതന ഹത്തുന അജനമനക്കമനേതകനാജകൻ അന്തൽ കടകം അടരാറകനം അൽക്കാറകനം അജരവറുഖമ റസ്തപ്രവരക റൈഷേ റിവരേ അതുരവറുഖേ റാഗേ റഗതല ഹത്തുലേ അന്തൽപ്രവരക റൈഷേ റിവരേ. യേശുവിന്റെ നാമത്തിൽ ഉടനകടക്കവരേതകരാജകർ അന്തൽ കടകര ഘടകാറുമല്ല. ഒരു വശത്ത് അഗാധ ഗർത്തം പോലെ ഹാലിൽ കാണുന്ന കാഴ്ച, മറുവശത്ത് അതിന്റെ സൈഡിൽ കൂടെ തന്നെ തേജസ്സിന്റെ സ്റ്റെപ്പുകൾ, ചെറിയ സ്റ്റെപ്പ്, വീതി കുറഞ്ഞ സ്റ്റെപ്പുകൾ. അത് തേജസ്സുള്ളതാണ്. നീ അപ്പുറത്തേക്ക് വീഴാതെ വണ്ണം ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നെങ്കിൽ ഹല്ലേലൂയ പ്രാപിക്കുന്ന തലം, കയറിപ്പോകുന്ന അനുഭവങ്ങൾ ഇപ്പൊ എപ്പോ വേണേലും തള്ളിയിടാമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുമ്പോൾ ഈ മുന്നിലുള്ള ആ ഉയരത്തിൽ വെളിപ്പെടുന്ന അനുഭവത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഉയർന്ന തലത്തിൽ വെളിപ്പെടുന്ന അനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കയറിപ്പോകുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം ശിഷ്യന്മാർ കണ്ടതുപോലെ പ്രിയമുള്ളവരെ ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാനിടയാവുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതേ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നോക്കിക്കേ, യേശു കർത്താവ് പറഞ്ഞു, യേശു കർത്താവിനെ കണ്ടത് അവര് ഹല്ലേലൂയ കണ്ടു, അനുഭവം പ്രാപിച്ചു. തുടർന്ന് പത്രോസിന്റെ ഹല്ലേലൂയ ഉള്ളിൽ വന്ന ആശയം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും ലാസ്റ്റിലായിട്ട് മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചു. ഈ കുടിലൊക്കെ ഉണ്ടാക്കാമെന്നും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് കുടിലൊന്നും വേണ്ട, അങ്ങയുടെ ഈ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ട മേഘത്തിന്റെ കീഴിൽ ഞങ്ങൾക്കിരുന്നാൽ മതി. അങ്ങനെ ആ പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അടുത്തൊരു ശബ്ദം കേൾക്കുകയാണ് മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കും, ഇവന് ചെവി കൊടുപ്പേ. പിതാവായ ദൈവം
യേശു കർത്താവിനെ കുറിച്ചുള്ള ആ ശക്തമേറിയ പ്രസ്താവനയോടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ജീസസ്, ഹല്ലേലൂയ, ഇവൻ എന്റെ യേശു എന്റെ പ്രിയപുത്രൻ, യേശുവിൽ ഞാൻ പ്രസാദിക്കുന്നു, യേശുവിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന് ചെവി കൊടുപ്പീ. അതേ പ്രിയമുള്ളവരെ, പിതാവിനൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, യേശുവിന്റെ വാക്കിന്, വചനത്തിന് ചെവി കൊടുപ്പീ. യേശുവാകുന്ന വചനത്തിന് ചെവി കൊടുത്താൽ പ്രിയമുള്ളവരെ നമ്മുടെ ലെവല് മാറും. വചനത്തിലേക്ക് ഇറങ്ങി വചനത്തെ ധ്യാനിക്കുമ്പോൾ അതിൽ കൂടെ വെളിപ്പെടുന്ന ആത്മാവിന്റെ അനുഭവങ്ങൾ, ആത്മാവിന്റെ പുതിയ ആലോചനകൾ ശുഷ്കാന്തിയോടെ ആണെങ്കിൽ നമ്മുടെ ലെവലും മാറിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനായി ഒരുങ്ങാം. നമുക്ക് ആത്മതലം കയറണം. കർത്താവേ, എനിക്ക് ആത്മതലം കയറണം. ശിഷ്യന്മാരെ കൈപിടിച്ചു കൊണ്ടുപോയ ആ ആത്മതലം എനിക്കും കയറണം. അവിടെ അവർ കണ്ടതും പ്രാപിച്ചതുമായ അനുഭവം എനിക്കും പ്രാപിക്കണം. എത്ര പേർക്ക് ആർത്തിയുണ്ട്, ശുഷ്കാന്തിയുണ്ട്. താങ്ക് യു ജീസസ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒറ്റ കാര്യം, വില കൊടുത്ത് അല്ലെങ്കിൽ ഈ മല കയറാൻ ആർത്തി ഉണ്ടാകണം, ശുഷ്കാന്തി വരണം. ഹല്ലേലൂയ. യേശുവിന്റെ ആ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ മുഖം, വെളിച്ചം പോലെ പ്രകാശിക്കുന്ന വസ്ത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അനുഭവം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ലെവല് മാറട്ടെ, സ്ഥിതി മാറട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിനോടുകൂടിയുള്ള സന്തോഷം, ആ യാത്ര, ആ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കാൻ, അങ്ങയുടെ തേജസ് കാണുവാൻ, മഹത്വം കാണുവാൻ ഞങ്ങളോട് കൃപ തോന്നിയില്ലേ. അങ്ങ് തന്ന ആലോചനകൾക്കായി സ്തോത്രം. യേശുവാ, ഹല്ലേലൂയ. കേട്ട അങ്ങയുടെ മക്കളെ, കേൾക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാവിൽ ഹല്ലേലൂയ കത്തൽ വെളിപ്പെടട്ടെ. അവരുടെ ശരീരത്തിലെ സാന്നിധ്യം അറിയട്ടെ. അവരെ ഞെരുക്കുന്ന വിഷയങ്ങളുടെ മുകളിൽ കയറുവാനുള്ള ഒരു ആർത്തി വെളിപ്പെടട്ടെ. അജന അറകന ഹസ്തല മധുര. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, കൂടെ ഇരുന്ന് സഹായിക്കും. ഹല്ലേലൂയ. അപ്പാ, അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, സന്തോഷമില്ലാത്തവരുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. യേശുവാ, ഹല്ലേലൂയ. അങ്ങയുടെ ബലമുള്ള ഭുജം നീട്ടണമേ. അങ്ങയുടെ ശക്തിയുള്ള കരം വെളിപ്പെട്ടു വരണമേ. ഹല്ലേലൂയ. അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കടന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നു മുതൽ കർത്താവിന്റെ വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനയോട് ഞാൻ സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും.